അപ്പം നമുക്കിന്ന് നവോത്ഥാന നായകന്മാരെ പറ്റി നോക്കാം. ഫസ്റ്റ് തന്നെ ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു കേരള നവോത്ഥാനത്തിൻ്റെ പിതാവാണ്. ശ്രീനാരായണ ഗുരു കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാ? ശ്രീനാരായണ ഗുരുവിനെയാണ്. ജനനം 1856 ഓഗസ്റ്റ് 20. ജനനം എന്ന 1856 ഓഗസ്റ്റ് 20. മരണം 1928 സെപ്റ്റംബർ 20. രണ്ടും 20 ഡേറ്റ്, ഓഗസ്റ്റ് 20 സെപ്റ്റംബർ 20. അപ്പം സമാധിയായ വർഷം എന്ന 1928 സെപ്റ്റംബർ 20. മലയാള മാസം കന്നി 5ആണ്. കന്നി 5. അപ്പം ജന്മസ്ഥലം എവിടെ? ജന്മസ്ഥലം ചെമ്പഴന്തിയാണ്. ചെമ്പഴന്തി തിരുവനന്തപുരത്ത്. ജന്മസ്ഥലം എവിടെ? ചെമ്പഴന്തി തിരുവനന്തപുരം. ജന്മഗൃഹമാണ് വയൽവാരം വീട്. കുട്ടിക്കാലത്തെ പേര് നാരായണൻ. നാരായണൻ എന്ന കുട്ടിക്കാലത്തെ പേര്. പിതാവ് മാടനാശാൻ, മാതാവ് കുട്ടിയമ്മ, ഭാര്യ കാളിയമ്മ. അപ്പം അത്ര എന്തൊക്കെയാ? ജനനം എന്ന 1856 ഓഗസ്റ്റ് 20. മരണം 1928 സെപ്റ്റംബർ 20. മലയാള മാസം ഏതാ? കന്നി 5. ജന്മസ്ഥലം ചെമ്പഴന്തി തിരുവനന്തപുരത്താണ്. ജന്മഗൃഹം വയൽവാരം വീട്. കുട്ടിക്കാലത്തെ പേരാണ് നാരായണൻ. പിതാവ് മാടനാശാൻ, മാതാവ് കുട്ടിയമ്മ, ഭാര്യ കാളിയമ്മ. നാണു ആശാൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ. കോടതികളിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. നൂറ്റാണ്ടിൻ്റെ മലയാളിയായി മലയാള മനോരമ തെരഞ്ഞെടുത്ത വ്യക്തി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള വ്യക്തി. ജനനവും മരണവും അവധി ദിവസമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏക നവോത്ഥാന നായകൻ. ജീവിച്ചിരിക്കെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകൻ. അപ്പോൾ ഇതെല്ലാം ശ്രീനാരായണ ഗുരുവിനെ പറ്റിയാണ്. എന്തൊക്കെയാ? നാണു ആശാൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ. കോടതികളിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. നൂറ്റാണ്ടിൻ്റെ മലയാളിയായി മലയാള മനോരമ തെരഞ്ഞെടുത്ത വ്യക്തി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള വ്യക്തി. ജനനവും മരണവും അവധി ദിവസമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏക നവോത്ഥാന നായകൻ. ജീവിച്ചിരിക്കെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകൻ. അപ്പം ഇതെല്ലാം ശ്രീനാരായണ ഗുരുവിനെ പറ്റിയാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് പറഞ്ഞല്ലോ, കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാ? ശ്രീനാരായണ ഗുരുവിനെയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ സഹോദരിമാരാണ് കൊച്ചുദേവി, കൊച്ചുമാത. ആരൊക്കെയാ? കൊച്ചുദേവി, കൊച്ചുമാത. ശ്രീനാരായണ ഗുരുവിൻ്റെ വിവാഹം നടത്തുവാനായി നിശ്ചയിച്ചിരുന്ന വർഷമാണ് 1882. ശ്രീനാരായണ ഗുരുവിൻ്റെ വിവാഹം നടത്തുവാനായി നിശ്ചയിച്ചിരുന്ന വർഷമാണ് 1882. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ഗുരുവാണ് കണ്ണങ്കര മൂത്തപിള്ള ആശാൻ. ആദ്യ ഗുരു ആരാ? കണ്ണങ്കര മൂത്തപിള്ള ആശാൻ. ഹഠയോഗ വിദ്യ ശ്രീനാരായണ ഗുരുവിന് പകർന്നു നൽകിയ വ്യക്തിയാണ് തൈക്കാടയ്യ. അപ്പം ഈ ഹഠയോഗോപദേഷ്ടാവ് എന്നറിയപ്പെടുന്ന തൈക്കാടയ്യ. അപ്പം ഹഠയോഗ വിദ്യ ശ്രീനാരായണ ഗുരുവിന് പകർന്നു നൽകിയതാരാ? തൈക്കാടയ്യ. ശ്രീനാരായണ ഗുരുവിന് തൈക്കാടയ്യയെ പരിചയപ്പെടുത്തി കൊടുത്ത നവോത്ഥാന നായകനാണ് ചട്ടമ്പിസ്വാമി. അപ്പം തൈക്കാടയ്യയെ ശ്രീനാരായണ ഗുരുവിന് പരിചയപ്പെടുത്തി കൊടുത്തതാരാ? ശ്രീനാരായണ ഗുരുവിന് തൈക്കാടയ്യയെ പരിചയപ്പെടുത്തി കൊടുത്തത് ചട്ടമ്പിസ്വാമികളാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ മറ്റ് ഗുരുക്കന്മാരായ ആരൊക്കെയാ? കുമ്മമ്പള്ളി രാമൻപിള്ള ആശാൻ, തൈക്കാടയ്യ, കൃഷ്ണൻ വൈദ്യർ. ആരൊക്കെയാ? കുമ്മമ്പള്ളി രാമൻപിള്ള ആശാൻ, തൈക്കാടയ്യ, കൃഷ്ണൻ വൈദ്യർ. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ക്ഷേത്രം പണിയെടുപ്പിച്ച വർഷം എന്നാ? 1887. അരുവിപ്പുറത്ത് ക്ഷേത്രം പണിയെടുപ്പിച്ചത് 1887. അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയ വർഷം എന്നാ? ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയത് 1888. അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്കുള്ള വിഗ്രഹക്കല്ല് കണ്ടെടുത്ത സ്ഥലമാണ് നെയ്യാറിലെ ശങ്കരൻകുഴി. അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്കുള്ള വിഗ്രഹക്കല്ല് കണ്ടെടുത്ത സ്ഥലം ഏതാ? നെയ്യാറിലെ ശങ്കരൻകുഴി. അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടാ? അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകരയാണ്. നെയ്യാറ്റിൻകര, തിരുവനന്തപുരം. അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് നെയ്യാറ്റിൻകര, തിരുവനന്തപുരം. ശ്രീനാരായണ ഗുരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ചാണ്.
1924 അപ്പോൾ ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ചാണ്. ആലുവ അദ്വൈതാശ്രമം മുന്നോട്ട് വയ്ക്കുന്ന ആപ്തവാക്യമാണ് ഓം സാഹോദര്യം സർവത്ര. ആലുവ അദ്വൈത ആശ്രമം മുന്നോട്ട് വയ്ക്കുന്ന ആപ്തവാക്യം എന്തുവാ? ഓം സാഹോദര്യം സർവത്ര. ആലുവ അദ്വൈതാശ്രമം സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് പെരിയാറ്. അപ്പം ആലുവ അദ്വൈതാശ്രമം സ്ഥിതി ചെയ്യുന്ന നദീതീരം പെരിയാറും. സ്ഥലം ഏതാ? സ്ഥലം നെയ്യാറ്റിൻകരയാ, തിരുവനന്തപുരം. സർവമത സമ്മേളനം ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് നടന്ന വർഷം 1924. സർവമത സമ്മേളനം ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് നടന്ന 1924 ആലുവ സർവമത സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ് ജസ്റ്റിസ് ടി സദാശിവ അയ്യർ. ആലുവ സർവമത സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ് ജസ്റ്റിസ് ടി സദാശിവ അയ്യർ. ശ്രീനാരായണ ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് വിളക്കമ്പലം കാരമുക്ക്. ശ്രീനാരായണ ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം ഏതാ? വിളക്കമ്പലം കാരമുക്ക്, തൃശ്ശൂരാണ്. അപ്പൊ ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠയോ? അത് കളവൻകൂട്. നിലവിളക്ക് പ്രതിഷ്ഠയാകുമ്പോൾ വിളക്കമ്പലം കാരമുക്ക്, കണ്ണാടി പ്രതിഷ്ഠയാകുമ്പോൾ കളവൻകൂട് ക്ഷേത്രം. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ പ്രമുഖ സ്ഥലമാണ് ഉല്ലല. ഉല്ലല വെച്ചൂരാണ്. കണ്ണാടി പ്രതിഷ്ഠയിലൂടെ ഗുരു മുന്നോട്ട് വെച്ച തത്വമാണ് അഹം ബ്രഹ്മാസ്മി. കണ്ണാടി പ്രതിഷ്ഠയിലൂടെ ഗുരു മുന്നോട്ട് വെച്ച തത്വം എന്തുവാ? അഹം ബ്രഹ്മാസ്മി. മംഗലാപുരത്ത് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ക്ഷേത്രമാണ് തിരുപ്പതീശ്വര ക്ഷേത്രം. മംഗലാപുരത്ത് ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ച മംഗലാപുരത്ത് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ക്ഷേത്രം ഏതാ? ക്ഷേത്രം അത് തിരുപ്പതീശ്വര ക്ഷേത്രമാണ്. കണ്ണാടി പ്രതിഷ്ഠയിലൂടെ ഗുരു മുന്നോട്ട് വെച്ച തത്വം അഹം ബ്രഹ്മാസ്മി. ശ്രീനാരായണ ഗുരു കോഴിക്കോട് സ്ഥാപിച്ച ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന് തറക്കല്ലിട്ടതാരാ? അത് ആനി ബസന്റ്. ശ്രീനാരായണ ഗുരു കോഴിക്കോട് സ്ഥാപിച്ച ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് ആനി ബസന്റ്. ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ ആദ്യമായി അനാച്ഛാദനം ചെയ്ത സ്ഥലമാണ് തലശ്ശേരി. ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ ആദ്യമായി അനാച്ഛാദനം ചെയ്ത സ്ഥലമാണ് തലശ്ശേരി. ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത വ്യക്തി മൂർക്കോത്ത് കുമാരൻ. ഗുരുവിന്റെ പ്രതിമ സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത വ്യക്തിയാണ് മൂർക്കോത്ത് കുമാരൻ. ശ്രീനാരായണ ഗുരുവിന് ജ്ഞാനോദയം ലഭിച്ചത് എവിടാ? പിള്ളത്തടം ഗുഹ, മരുത്വമലയില. ജ്ഞാനോദയം ലഭിച്ചത് പിള്ളത്തടം ഗുഹ, മരുത്വമല. മരുത്വമല സ്ഥിതി ചെയ്യുന്ന സ്ഥലം കന്യാകുമാരി. മരുത്വമല എവിടെ സ്ഥിതി ചെയ്യുന്നത്? കന്യാകുമാരി. ശ്രീനാരായണ ഗുരു ആദ്യമായി ശ്രീലങ്ക സന്ദർശിച്ച വർഷം 1918. രണ്ടാമത് സന്ദർശിച്ചതോ? അത് 1926. അപ്പൊ ആദ്യം ശ്രീലങ്ക സന്ദർശിച്ചത് 1918 രണ്ടാമത് സന്ദർശിച്ചത് 1926 ശ്രീലങ്കയിൽ നടന്ന സ്വീകരണ യോഗ ക്രമീകരണങ്ങൾ ചെയ്ത ആരാ? ബോധാനന്ദ സ്വാമികളാണ്. സ്വീകരണ യോഗത്തില് ക്രമീകരണങ്ങൾ ചെയ്തത് ബോധാനന്ദ സ്വാമികളാണ്. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത സത്യാഗ്രഹികൾക്കായി വെല്ലൂർ മഠത്തിൽ താമസ സൗകര്യം ഒരുക്കുകയും സത്യാഗ്രഹത്തിന്റെ ആവശ്യത്തിനായി ഫണ്ട് സ്വരൂപിക്കുകയും ചെയ്ത നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ 150-ാം ജന്മവാർഷികം പ്രമാണിച്ച് റിസർവ് ബാങ്ക് 5 രൂപ നാണയം പുറത്തിറക്കിയ വർഷമാണ് 2006. ശ്രീനാരായണ ഗുരുവിന്റെ 150-ാമത് ജന്മവാർഷികം പ്രമാണിച്ച് റിസർവ് ബാങ്ക് 5 രൂപ നാണയം പുറത്തിറക്കിയ വർഷമാണ് 2006. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ജി ശങ്കരക്കുറുപ്പ്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാ? ജി ശങ്കരക്കുറുപ്പ്. അഷ്ടഭുജാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ശിവഗിരി ശാരദാമഠം. അഷ്ടഭുജാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം ഏതാ? ശിവഗിരി ശാരദാമഠം. ശ്രീനാരായണ ഗുരു സമാധിയായത് എവിടാ? അത് ശിവഗിരിയിലാണ്. ശ്രീനാരായണ ഗുരു സമാധിയായ സ്ഥലം ശിവഗിരിയാണ്. സമാധി സമയത്ത് ശ്രീനാരായണ ഗുരു ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ നിറം ശ്വേതവർണ്ണമാണ്, വെള്ള. അപ്പൊ സമാധി സമയത്ത് ശ്രീനാരായണ ഗുരു ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ നിറം വെള്ളയും, എന്നാൽ ശിവഗിരി തീർത്ഥാടകർക്ക് ഗുരു നിർദ്ദേശിച്ച വസ്ത്രത്തിന്റെ നിറം മഞ്ഞയുമാണ്. ശിവഗിരി തീർത്ഥാടനം ആരംഭിച്ചവരാരൊക്കെയാ? വല്ലശ്ശേരി ഗോവിന്ദൻ വൈദ്യരും ടി കെ കിട്ടനും. വല്ലവശ്ശേരി ഗോവിന്ദൻ വൈദ്യരും ടി കെ കിട്ടനും. ശിവഗിരി തീർത്ഥാടനം ആരംഭിക്കുന്ന എവിടാ? ഇലവന്തിട്ട. ശിവഗിരി തീർത്ഥാടനം ആരംഭിക്കുന്ന സ്ഥലമാണ് ഇലവന്തിട്ട. പത്തനംതിട്ടയില.
ശിവഗിരി തീർത്ഥാടനം ആദ്യമായി സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത കവിയാണ് മൂലൂർ എസ് പത്മനാഭ പണിക്കർ. ശിവഗിരി തീർത്ഥാടനം ആദ്യമായി സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് മൂലൂർ എസ് പത്മനാഭ പണിക്കർ. ശ്രീനാരായണ ഗുരു ശിവഗിരി ബ്രഹ്മവിദ്യാലയം ശിലാസ്ഥാപനം നടത്തിയ വർഷം 1925 ഒക്ടോബർ 17. ശ്രീനാരായണ ഗുരു ശിവഗിരി ബ്രഹ്മവിദ്യാലയം ശിലാസ്ഥാപനം നടത്തിയ വർഷം 1925 ഒക്ടോബർ 17. തിരുവനന്തപുരം മുട്ടത്തറയിൽ നടന്ന പുലയ സമ്മേളനത്തിൽ ഗുരു പങ്കെടുത്ത വർഷം 1916. തിരുവനന്തപുരം മുട്ടത്തറയിൽ നടന്ന പുലയ സമ്മേളനത്തിൽ ഗുരു പങ്കെടുത്ത വർഷം 1916. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ സന്യാസി ശിഷ്യനാണ് ശിവലിംഗദാസ സ്വാമികൾ. ആദ്യ സന്യാസി ശിഷ്യനാര ശിവലിംഗദാസ സ്വാമികൾ. ശിവലിംഗദാസ സ്വാമിയുടെ ശിഷ്യന്മാരാണ് മലയാളി സ്വാമിമാരും രാമാനന്ദ സ്വാമി. ശിവലിംഗസ്വാമിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് കുമാരനാശാൻ എഴുതിയ കവിതയാണ് പറന്നുപോയ ഹംസം. ശിവലിംഗസ്വാമിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് കുമാരനാശാൻ എഴുതിയ കവിതയാണ് പറന്നുപോയ ഹംസം. വടക്കേ മലബാറിൽ ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ നേതൃത്വം നൽകിയവരാണ് മൂർക്കോത്ത് കുമാരൻ, കൊറ്റിയത്ത് രാമുണ്ണി. പ്രഥമ ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സെക്കുലർ അവാർഡ് ജേതാവ് ശശി തരൂരാണ്. പ്രഥമ ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സെക്കുലർ അവാർഡ് ജേതാവ് ശശി തരൂർ. ഇന്റർനാഷണൽ സെന്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് നവി മുംബൈ. ഇന്റർനാഷണൽ സെന്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് നവി മുംബൈ, മഹാരാഷ്ട്ര. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് കന്നേറ്റി കായലിലും ശ്രീനാരായണ ജയന്തി ബോട്ട് റേസ് നടക്കുന്ന സ്ഥലം കുമരകമാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ എവിടെ സ്ഥിതി ചെയ്യുന്നത്? കൈതമുക്ക്, തിരുവനന്തപുരത്ത്. കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാലയായ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ്. SNDP എന്തുവാ? ഫുൾ ഫോം എന്തുവാ SNDP? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്നാണ്. സ്ഥാപിതമായ വർഷം എന്നാ? 1903 മെയ് 15. 1903 മെയ് 15. SNDPയുടെ ആസ്ഥാനം കൊല്ലത്തും ആജീവനാന്തകാല അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു വിവർത്തനം ചെയ്ത കൃതികളാണ് ഈശോവാസ്യോപനിഷത്തും ഒഴിവിലൊടുക്കം എന്നുള്ളതും. ഒഴിവിലൊടുക്കം ഗുരുവിന്റെ തമിഴ് കൃതിയാണ് തേവാര പതികങ്ങൾ. ശ്രീനാരായണ ഗുരുവിന്റെ സംസ്കൃത രചനകളാണ് ദർശനമാല, ചിദംബരാഷ്ടകം, നിർവൃതി പഞ്ചകം, വേദാന്ത സൂത്രം. ശ്രീനാരായണ ഗുരുവിന്റെ സംസ്കൃത രചനകളാണ് ദർശനമാല, ചിദംബരാഷ്ടകം, നിർവൃതി പഞ്ചകം, വേദാന്ത സൂത്രം. ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം എന്ന്? ടാഗോർ സന്ദർശിച്ചത് 1922 നവംബർ 22 ശിവഗിരിയിൽ വെച്ചാണ്. അപ്പൊ 1922 നവംബർ 22 ശിവഗിരിയിൽ വെച്ച്. ടാഗോറിന്റെ സന്ദർശനത്തിൽ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് CF ആൻഡ്രൂസ്. ടാഗോറിന്റെ സന്ദർശനത്തിൽ കൂടെ ഉണ്ടായിരുന്ന CF ആൻഡ്രൂസ് ആണ്. ദീനബന്ധു എന്നറിയപ്പെടുന്നതും CF ആൻഡ്രൂസാണ്. ടാഗോറും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സംഭാഷണം തർജ്ജമ ചെയ്ത വ്യക്തിയാണ് കുമാരനാശാൻ. തർജ്ജമ ചെയ്ത ആരാ? കുമാരനാശാൻ. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം 1925 മാർച്ച് 12. ശിവഗിരിയിൽ വെച്ച് തന്നെയാണ്. 25 മാർച്ച് 12. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചപ്പോൾ ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന ഒരു പ്രമുഖ ദേശീയ നേതാവാണ് C രാജഗോപാലാചാരി. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സംഭാഷണം തർജ്ജമ ചെയ്ത വ്യക്തി N കുമാരൻ. വിവേകോദയം. SNDPയുടെ മുഖപത്രമാണ് വിവേകോദയം. SNDPയുടെ മുഖപത്രമാണ് വിവേകോദയം. ആരംഭിച്ച വർഷം എന്നാ? 1904. സ്ഥാപകൻ കുമാരനാശാനാണ്. സ്ഥാപകനാരാ? കുമാരനാശാൻ. സ്ഥാപക പത്രാധിപര് M ഗോവിന്ദൻ. M ഗോവിന്ദൻ. ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്ന പ്രസിദ്ധീകരണമാണ് വിവേകോദയം. ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്നു. വിവേകാനന്ദ സ്വാമികളോടുള്ള ആദര സൂചകമായി SNDPയുടെ മുഖപത്രത്തിന് വിവേകോദയം എന്ന പേര് നൽകുകയായിരുന്നു. ഇനി നമുക്ക് ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന രചനകൾ നോക്കാം. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ രചനയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ രചനയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം രചിച്ച വർഷം എന്നാ?
1897. ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം രചിച്ച വർഷമാണ് 1897. ശ്രീനാരായണ ഗുരു ദൈവദശകം രചിച്ചത് 914. ദൈവദശകം 1914. 2014 100 വർഷം ആഘോഷിച്ച ഗുരുവിന്റെ കൃതിയാണ് ദൈവദശകം. ശ്രീനാരായണ ഗുരു മൊഴിമാറ്റം നടത്തിയ തമിഴ് കൃതി ഏതാ? തിരുക്കുറൽ. ഇത് രചിച്ചത് തിരുവള്ളുവര. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച രചനയാണ് നവമഞ്ജരി. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച രചനയാണ് നവമഞ്ജരി. മറ്റ് രചനകള്: ആത്മോപദേശ ശതകം, ശിവശതകം, ദൈവദശകം, അനുകമ്പാദശകം, ചിദംബരാഷ്ടകം, വിനായകാഷ്ടകം, ദർശനമാല, കാളി നാടകം, അദ്വൈത ദീപിക, ശ്രീകൃഷ്ണ ദർശനം, ജാതി ലക്ഷണം, ജാതി മീമാംസ, ജാതി നിർണയം, നിർവൃതി പഞ്ചകം, ജീവകാരുണ്യ പഞ്ചകം, ജനനി, നവരത്ന മഞ്ജരി, കുണ്ടലിനിപ്പാട്ട്, ഇന്ദ്രിയ വൈരാഗ്യം, ചിജ്ജട ചിതനം. അപ്പം ഏതൊക്കെയാ മറ്റു രചനകള്? ആത്മോപദേശ ശതകം, ശിവശതകം, ദൈവദശകം, അനുകമ്പാദശകം, ചിദംബരാഷ്ടകം, വിനായകാഷ്ടകം, ദർശനമാല, കാളി നാടകം, അദ്വൈത ദീപിക, ശ്രീകൃഷ്ണ ദർശനം, ജാതി ലക്ഷണം, ജാതി മീമാംസ, ജാതി നിർണയം, നിർവൃതി പഞ്ചകം, ജീവകാരുണ്യ പഞ്ചകം, ജനനി, നവരത്ന മഞ്ജരി, കുണ്ടലിനിപ്പാട്ട്, ഇന്ദ്രിയ വൈരാഗ്യം, ചിജ്ജട ചിന്തനം. ശ്രീനാരായണ ഗുരുവിന്റെ പ്രശസ്തമായ വചനങ്ങൾ ഏതൊക്കെയാണ്? മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക, മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്, ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്, അവനവനാത്മ സുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം. അടുത്തത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ശ്രീനാരായണ ഗുരുവും നവോത്ഥാന നായകരും തമ്മിലുള്ള കണ്ടുമുട്ടലുകൾ. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയ വർഷമാണ് 1882. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയെന്ന 1882 അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് കണ്ടത്. ശ്രീനാരായണ ഗുരു കുമാരനാശാനെ കണ്ടുമുട്ടിയത് 1891 കായിക്കര. കുമാരനാശാനെ 1891 കായിക്കര. കുമാരനാശാൻ കായിക്കര. ശ്രീനാരായണ ഗുരു ഡോക്ടർ പൽപുവിനെ കണ്ടുമുട്ടിയ വർഷമാണ് 1895 ബാംഗ്ലൂരിൽ. ശ്രീനാരായണ ഗുരു ഡോക്ടർ പൽപുവിനെ കണ്ടുമുട്ടിയ വർഷമാണ് 1895 ബാംഗ്ലൂർ വെച്ച്. ശ്രീനാരായണ ഗുരു അയ്യങ്കാളിയെ കണ്ടുമുട്ടിയത് 1912 ബാലരാമപുരം. അയ്യങ്കാളി, ബാലരാമപുരം 1912. വാഗ്ഭടാനന്ദനെ കണ്ടുമുട്ടിയതാണ് 1914 അദ്വൈതാശ്രമത്തിൽ വെച്ച്. വാഗ്ഭടാനന്ദനെ എന്നാ കണ്ടത്? 1914 അദ്വൈതാശ്രമത്തിൽ വെച്ച്. ശ്രീനാരായണ ഗുരു രമണ മഹർഷിയെ കണ്ടത് 1916 തിരുവണ്ണാമലയിൽ വെച്ചാണ്. തിരുവണ്ണാമലയിൽ വെച്ച്. ടാഗോറിനെ കണ്ടതോ 1922 ശിവഗിരിയിൽ വെച്ചും. മഹാത്മാഗാന്ധി കണ്ടത് 1925 ശിവഗിരിയിൽ വെച്ച് തന്നെയാണ്. ഇനി വചനങ്ങൾ നോക്കാം. ഭാരതത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പരമഹംസന്മാരിൽ സ്വാമിയെ പോലെ പരിശുദ്ധാത്മാവായി മറ്റൊരാളുമില്ല എന്ന് പറഞ്ഞതാരാ? എന്ന് പറഞ്ഞത് ടാഗോറാണ്. എന്ത് ടാഗോർ പറഞ്ഞേ? ഭാരതത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പരമഹംസന്മാരിൽ സ്വാമിയെ പോലെ പരിശുദ്ധന്മാവായി മറ്റൊരാളുമില്ല. ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു. അത് കേരളത്തിന്റെ തെക്കേയറ്റത്ത് വാണരുളും ശ്രീനാരായണ ഗുരു അല്ലാതെ മറ്റാരുമല്ല എന്ന് പറഞ്ഞതാണ് CF ആൻഡ്രൂസ്. അടുത്തത് അയ്യങ്കാളി എന്തോ പറഞ്ഞത്? ശ്രീനാരായണ ഗുരുവിനെ ഒരു മൂന്നാംകിട ദൈവം എന്നതിലുപരി ഒരു ഒന്നാംകിട മനുഷ്യനായി കാണണം എന്ന് പറഞ്ഞതാണ് അയ്യങ്കാളി. ശ്രീനാരായണ ഗുരുവിന്റെ ആത്മീയ പിൻഗാമിയാണ് ശ്രീ ബോധാനന്ദ സ്വാമികള്. ശ്രീനാരായണ ഗുരുവിന്റെ ആത്മീയ പിൻഗാമിയാണ് ശ്രീ ബോധാനന്ദ സ്വാമികള്. ബോധാനന്ദ സ്വാമിയുടെ യഥാർത്ഥ നാമം എന്തോ? വേലായുധൻ. ബോധാനന്ദ സ്വാമിയുടെ യഥാർത്ഥ നാമമാണ് വേലായുധൻ. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായ വിദേശിയാണ് ഏണസ്റ്റ് ക്ലർക്ക്. ശിഷ്യനായ വിദേശി ആരാ? ഏണസ്റ്റ് ക്ലർക്ക്. ശ്രീനാരായണ ഗുരുവിന്റെ അവസാന ശിഷ്യനാണ് ആനന്ദതീർത്ഥൻ. അവസാന ശിഷ്യനാരാ? ആനന്ദതീർത്ഥൻ. 1923 നീലഗിരിയിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ചത് നടരാജ ഗുരുവാണ്. ആരാ സ്ഥാപിച്ചത്? നടരാജ ഗുരുവാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ശ്രീനാരായണ ഗുരുവിനെ പറ്റി. അപ്പൊ നാണു ആശാൻ എന്നറിയപ്പെടുന്നു. കുട്ടിക്കാലത്തെ പേരെന്തോ? അത് നാരായണൻ എന്നാണ്. ജന്മഗൃഹം വയൽവാരം വീട്.
എവിടാ? ചെമ്പഴന്തി, തിരുവനന്തപുരത്താണ്. ജനനം 1856 ഓഗസ്റ്റ് 20, മരണം എന്ന 1928 സെപ്റ്റംബർ 20. ഓക്കെ, ഇത്രയേ ഉള്ളൂ.